ആരംഭിക്കുമ്പോൾ ആദ്യം വർഷിപ്പ് ടീം ഒരു പാട്ടിൻ്റെ അടികൾ പാടുന്നതായിരിക്കും. അതേ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് കൊല്ലം അവറുകളെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാർവ്. ആ ഉറപ്പുള്ള ദൈവജനം ചേർന്ന് പറഞ്ഞു. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിടും ഭുജബലത്താൽ നയിച്ചതായി. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആയുധസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ഈ ആത്മീയ സമ്മേളനത്തിൻ്റെ ഈ പകൽ ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ അനുഗ്രഹീത ശുശ്രൂഷ ഇന്ന് പ്രൊസൈഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ, വളരെ അനുഗ്രഹീതമായ ആത്മീയ കൂടിവരവിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ സഹകാരികൾ, ലൈവിൽ വിദൂരങ്ങളിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ പ്രാർത്ഥനാ പോരാളികൾക്കും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീത ആത്മീയ ഗാന ശുശ്രൂഷകൾ നിർവഹിച്ച പൗരുഷൻ്റെ പ്രിയപ്പെട്ട ഗായക സംഘം എല്ലാവർക്കും കർത്താവിൽ വന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നത് 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യവും. ലൂക്കോസിൻ്റെ സുവിശേഷം 24-49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്നും അവരോട് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വളരെ അനുഗ്രഹീതമായ 2 വാക്യങ്ങളാണ്. നസ്രിനാഥൻ ഇഹലോകവാസവും തൻ്റെ ശുശ്രൂഷയെ അവസാനിപ്പിച്ച് രക്ഷണീയ പദ്ധതി പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് കയറും മുൻപ് ശിഷ്യഗണങ്ങളെ അരികത്തുണച്ചവരുടെ കാതിൽ മന്ത്രിക്കുന്ന ഏറ്റവും ശക്തമായ ഇടപെടലുകൾ. ആ 2 വാക്യങ്ങളിൽ പ്രധാനമായും കൂട്ടിയിണക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് നൂതനമായ നിരവധി ആശയങ്ങൾ നമുക്ക് ലഭ്യമാകും. കർത്താവ് ഇവിടെ പറയുന്ന ഏറ്റവും വലിയ ഗൗരവമായ ചിന്ത, നിങ്ങൾ ലൂക്കോസ് 24:49 പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. അപ്പോസ്തല പ്രവൃത്തി 1:4 പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പോൾ ഈ വാക്യത്തെ നമ്മളൊന്ന് ഇഴകേറുമ്പോൾ അതീവ ഗൗരവമായ ചില ചിന്തകൾ ലഭ്യമാകും. ഞാൻ അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ 2 വാക്യങ്ങളിൽ 2 ആഹ്വാനം കർത്താവ് നൽകുന്നു. ഒന്ന്, ശക്തി ധരിക്കുവോളം, അതൊരാഹ്വാനമാണ്. ശേഷം 2-ാമത്തെ വാക്യത്തിലും ആഹ്വാനമാണ്, കാത്തിരിക്കണം. അപ്പോൾ ഒരുമിപ്പിക്കുന്നു, ശക്തി ധരിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. ഇവിടെ ശക്തി ധരിക്കുക എന്ന പദം കൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുമായി ഒരുവൻ്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കണം. എവിടെ കാത്തിരിക്കണം? ശിഷ്യന്മാരോട് പറയുന്നു, മാളിക മുറിയിൽ തന്നെ കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, അതായത് പുറപ്പെട്ടു പോകരുത്. പുറപ്പെട്ടു പോകരുത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പുറപ്പെട്ടു പോകണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. കർത്താവ് ശിഷ്യഗണങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും തീവ്രമായ പുഷ്കടമായ ഒരു ചിന്തയാണത്. കാരണം നിങ്ങളുടെ കഴിവോ കരുത്തോ മിടുക്കോ പഠിപ്പോ കുടുംബമഹിമയോ നിങ്ങളുടെ പ്രാപ്തി കൊണ്ടോ അല്ല ഇവിടുന്ന് പുറപ്പെടേണ്ടത്, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ പോകരുത്. അപ്പോൾ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവുമായി, ഉയരത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുമായി ആഴമായൊരു ബന്ധം ഒരുവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ വിടുതൽ. ഏറ്റവും വലിയ വിടുതൽ എന്തെന്ന ചോദ്യത്തിന് അതേ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് 2 തവണ ആവർത്തിച്ച് പറയുന്നു ഈ ആശയം. അപ്പോൾ ഓർക്കുക, കർത്താവ് ഒരേ ആശയം തന്നെ വീണ്ടും ആവർത്തിക്കുന്നത്, 2 തവണ പേര് വിളിക്കുക, ഒരേ വിഷയം വീണ്ടും ഗൗരവമായി സംസാരിക്കുക. അതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ ദൈവിക വിഷയങ്ങളുടെ ഗൗരവമായ ചില ഭാഗമുണ്ട്. ഇവിടെ കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ കർത്താവ് ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് പഠിപ്പില്ല, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് മിടുക്കോ പ്രാപ്തിയോ ഒന്നും മറ്റുള്ളവർ നോക്കുമ്പോൾ കാണാനില്ല. പക്ഷേ നിങ്ങളല്ലാതാക്കി മാറ്റുന്ന, നിങ്ങളെ വ്യത്യസ്തരാക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ ചിന്താസരണികളെ തിരുത്തി കുറിക്കുന്ന, നിങ്ങളുടെ മസ്തിഷ്കജന്യമായ മൂശയ്ക്കകത്ത് ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു എൻകൗണ്ടർ മാളിക മുറിയിൽ നടക്കണം. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ നടക്കുന്നത് വരെ നിങ്ങൾ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനാണെങ്കിൽ ഇന്ന്
പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, ഈ ആത്മതപനത്തിൽ പങ്കെടുക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നത്, പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഒരു പുതിയ വിഷയം കയറണം. പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ നടക്കാതെ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തത്തില്ല. പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ നടക്കാതെ ഇന്നത്തെ ആരാധന ഞാൻ നിർത്തത്തില്ല. പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ എൻ്റെ ലൈഫിൽ ഉണ്ടാകാതെ ഇന്നത്തെ ഈ പകൽ ഞാൻ എൻ്റെ ഉപവാസം അവസാനിപ്പിക്കത്തില്ല. അങ്ങനൊന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് കരയാൻ തുടങ്ങിയാൽ നിന്റെ മേൽ നടക്കാൻ പോകുന്നത് വലിയ ദൈവപ്രവർത്തികളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആ വിഷയത്തിൻ്റെ ഗൗരവം ഒന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എന്തുകൊണ്ട് ഇത്ര തീവ്രമായി, ഇത്ര തീക്ഷ്ണമായി പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടണം എന്ന് പറയുന്നു? അതിൻ്റെ ഗൗരവമായ ബന്ധം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആരാണ് എന്ന ഒരു ചോദ്യത്തോടെ ആരംഭിക്കുക. പരിശുദ്ധാത്മാവ് ആരാണ്? ഇത്ര പ്രാധാന്യത കർത്താവ് നൽകി കൊടുക്കുന്നതിൻ്റെ ഗൗരവം എന്താണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുപാട് അബദ്ധജടിലങ്ങളായ ചിന്തകൾ ഇന്നുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരാത്മീകൻ അറിയണം പരിശുദ്ധാത്മാവ് ആരാണ്. പിതാവായ ദൈവത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പാട് കിട്ടിയത് പുത്രനായ കർത്താവ് ഈ ഉലകിൽ വന്നപ്പോൾ നമുക്ക് പിതാവായ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടി. പരിശുദ്ധാത്മാവ് ഉലകിൽ വന്നപ്പോൾ കർത്താവിനെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടി. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേണ്ട അവബോധമില്ലായ്മ പലപ്പോഴും നമ്മിൽ അബദ്ധജടിലങ്ങളായ ആശയങ്ങൾ ഉണ്ടാക്കി. എന്നാൽ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമുക്ക് തരുന്ന ചിന്തകളിലൂടെ ഒന്ന് മനസ്സിലാക്കണം, ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് ആരാണ് എന്ന ചോദ്യത്തിന് വേദപുസ്തകം നൽകുന്ന ഉത്തരമെന്ന് പറഞ്ഞാൽ, ആദ്യം മുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൃത്യമായ പേര് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന പേര് വിവരങ്ങൾ നോക്കിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പേരാണ്. പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്. പഴയ നിയമം ഉടനീളം കാണുന്നു യഹോവയുടെ ആത്മാവ്, നല്ല ആത്മാവ്, എൻ്റെ ആത്മാവ്. വീണ്ടും പറയുന്നു നിത്യാത്മാവ്, വീണ്ടും സത്യാത്മാവ്, ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്. വീണ്ടും പറയുന്നത് പിതാവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്. അപ്പോൾ വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ്. അപ്പോൾ ഈ വാക്കുകളിലൂടെയെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൃത്യമായ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തളത്തിലേക്ക് വീഴണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ആരാണ് പരിശുദ്ധാത്മാവ്? അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് ആരാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ ഒരുപക്ഷെ ശക്തി ധരിക്കുവോളം നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശക്തി ധരിക്കുവോളം കാത്തിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളാണ് സമയം നിർണ്ണയിക്കുന്നത്. നമ്മുടെ സാഹചര്യം ഒത്താണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ അതിനെയെല്ലാം നമുക്കിന്ന് പലതും കർത്താവിൻ്റെ ആത്മാവുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ വലുതായിട്ടുണ്ട്. നമ്മുടെ ഭൗതിക ജോലി, ജീവിത സാഹചര്യം, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ചുറ്റുപാട്, അവിടെ പലതും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിന് പലപ്പോഴും അവസരം ലഭ്യമാകാറില്ല. എന്നാൽ ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ, ആ പരിചയപ്പെടൽ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ അങ്ങയുമായി ബന്ധമില്ലാതെ എന്നെ ഇവിടുന്ന് അയക്കരുതേ. പരിശുദ്ധാത്മാവേ അങ്ങയുമായി ഒരു ബന്ധമില്ലാതെ എൻ്റെ ഉപവാസം ഞാൻ നിർത്തത്തില്ല. അങ്ങയുമായി ഒരു ബന്ധമില്ലാതെ ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയില്ല. അങ്ങനൊരു ഗൗരവമായ ചിന്തയിലേക്ക് നിങ്ങളുടെ ആശയങ്ങളെ കൊണ്ട് കണക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമോ? കർത്താവ് പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. കർത്താവ് പറയുകയാണ് മറ്റൊരു കാര്യസ്ഥൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന് കർത്താവ് നന്നായി പരിചയപ്പെടുത്തുകയാണ് നമുക്ക്. അവിടെ പറയുന്ന പദമാണ് മറ്റൊരു കാര്യസ്ഥൻ. മറ്റൊരു കാര്യസ്ഥൻ എന്ന പദത്തെ നമ്മൾ നന്നായി ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചത് ആലോസ് പാരാക്ലീറ്റസ്. ആലോസ് എന്ന പദം അനദർ കംഫർട്ടർ എന്ന് നാം പറയുമ്പോൾ, അനദർ എന്ന പദത്തിൻ്റെ അർത്ഥം
മറ്റൊരു എന്ന നിലയിൽ ഗ്രഹിക്കുമ്പോൾ അത് യഥാർത്ഥ ഭാഷയിൽ നമ്മൾ യവനായ ഭാഷയിൽ അലോസ് എന്ന വാക്കിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥതലമെന്ന് പറയുന്നത് കേവലം പേരുകൊണ്ടുള്ള സാമ്യമല്ല. പിന്നെ എന്താണെന്നറിയാമോ? അതായത് സെയ്മാസ്, ആരാണോ കാര്യസ്ഥൻ അദ്ദേഹത്തിന് തത്തുല്യമായ ആൾ. യഥാർത്ഥ കാര്യസ്ഥന് എത്ര ശക്തിയുണ്ടോ അത്രത്തോളം ശക്തിയുള്ള മറ്റൊരാൾ. യഥാർത്ഥ കാര്യസ്ഥൻ എത്രത്തോളം ജ്ഞാനമുണ്ടോ അത്രത്തോളം ജ്ഞാനമുള്ള മറ്റൊരാൾ. യഥാർത്ഥ കാര്യസ്ഥൻ ആരാണോ അദ്ദേഹത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാത്ത മറ്റൊരാൾ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കാര്യസ്ഥൻ ആരാണ്? 1 യോഹന്നാൻ 2:1 കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അരികിൽ സ്വർഗത്തിലുണ്ട്. അപ്പോൾ യഥാർത്ഥ കാര്യസ്ഥൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. എവിടാണ് യേശു ക്രിസ്തു ഉള്ളത്? സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ യേശു ക്രിസ്തു ആരാണ്? മഹാദൈവമാണ്. സ്വർഗത്തിൽ യേശു ക്രിസ്തു ആരാണ്? സർവശക്തനായ ദൈവമാണ്. സ്വർഗത്തിൽ യേശു ക്രിസ്തു ആരാണ്? സർവജ്ഞാനിയായ ദൈവമാണ്. സ്വർഗത്തിൽ യേശു ക്രിസ്തു ആരാണ്? സർവസന്നിഹിതനായ ദൈവമാണ്. സ്വർഗത്തിൽ യേശു ക്രിസ്തു ആരാണ്? താൻ മാത്രം അമർത്യതയുള്ളവനാണ്. സ്വർഗത്തിൽ യേശു ക്രിസ്തു ആരാണ്? താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർ കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ പാദങ്ങളുള്ളവൻ, അങ്ങനെ ശ്രേഷ്ഠനായ മഹാദൈവമായ യേശു ക്രിസ്തു സ്വർഗത്തിലുണ്ടെങ്കിൽ ആ യേശു ക്രിസ്തു സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ മറ്റൊരാളാണ് വരാൻ പോകുന്ന കാര്യസ്ഥൻ. ഇവിടെയാണ് നമ്മുടെ അകത്തേക്ക് ആ വെളിച്ചം വീശേണ്ടത്. കർത്താവ് വെളിപ്പെടുത്തി തരുന്ന തീവ്രമായ ചിന്ത, നിങ്ങളുടെ നടുവിലേക്ക് വരാൻ പോകുന്ന മറ്റൊരു കാര്യസ്ഥൻ എന്ന് പരിശുദ്ധാത്മാവിനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ അവബോധമുണ്ടാകണം. ഞാൻ വന്നത് ഫിസിക്കൽ ബോഡിയിലാണ്, എന്നാൽ പരിശുദ്ധാത്മാവാം ദൈവം വരുന്നത് സ്പിരിച്വൽ ബോഡിയിലാണ്. ഞാൻ വന്നത് ഫിസിക്കൽ ബോഡിയിലായതുകൊണ്ട് കാണാൻ പറ്റി, തൊടാൻ പറ്റി. എന്നാൽ പരിശുദ്ധാത്മാവ് വരുന്നത് സ്പിരിച്വൽ ബോഡിയിലാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല. പക്ഷേ അവൻ്റെ ശക്തി കുറച്ച് കളയരുത്. ഞാൻ സ്വർഗത്തിൽ എത്രത്തോളം ദൈവത്വമുണ്ടോ, സ്വർഗത്തിൽ എനിക്ക് എത്രത്തോളം അധികാരമുണ്ടോ, സ്വർഗത്തിൽ ഞാൻ എത്രത്തോളം ദൈവമാണോ അത്രത്തോളം ദൈവമായവൻ, അത്രത്തോളം ജ്ഞാനമുള്ളവൻ, അത്രത്തോളം അധികാരമുള്ളവൻ, അത്രത്തോളം ദൈവത്വം വഹിക്കുന്നവൻ, അവനാണ് വരാൻ പോകുന്നത്. അവിടെ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്, നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം വരാൻ പോകുന്നയാൾ മഹാദൈവമായവൻ, സർവശക്തനായവൻ, സർവജ്ഞാനിയായവൻ, സർവസന്നിഹിതനായവൻ, നിത്യനായവൻ, പുരാതനനായവൻ, ആത്മാവാം ദൈവം ആത്മാവായി ഇറങ്ങി വരാൻ പോകുക. അവനുമായി ഒരു എൻകൗണ്ടർ നടക്കുന്നത് വരെ മാളിക മുറിയിലെ നിന്റെ പ്രാർത്ഥന ഭൗതിക നേട്ടങ്ങൾക്കാകരുത്, സുഖലോലുപതയ്ക്കാകരുത്. പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ നടക്കുന്നത് വരെ മാളിക മുറിയിൽ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ കാഴ്ചപ്പാട് മാറും, നിന്റെ ചിന്താഗതി മാറും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ തൊടുന്നുണ്ട്, ചില ഹൃദയങ്ങളെ തൊടുന്നുണ്ട്, ചില വ്യക്തികളെ ദൂതുമായി കണക്ട് ആകുന്നുണ്ട്. നിങ്ങളുടെ ആത്മിക ജീവിതത്തിൻ്റെ നിലവാരം മാറാൻ പോകുകയാണ്. ചില അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയുടെ നിലവാരം മാറാൻ പോകുകയാണ്. ചില ആത്മികരെ പോരാളികളാക്കി സ്വർഗത്തിലെ ദൈവം പുറത്തെടുക്കാൻ പോകുകയാണ്. ഉടയാമനഘടകജനാധികാര പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്ന വാക്ക് മറ്റൊരു കാര്യസ്ഥൻ എന്ന് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനും പിതാവിനും തുല്യനായി നമ്മോട് ബന്ധപ്പെട്ട ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധാത്മാവിനെ പലയിടത്തും പലരും 3-ാം സ്ഥാനത്താണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് 3-ാം സ്ഥാനത്തല്ല. പരിശുദ്ധാത്മാവിന് ദൈവസഭയോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ 1-ാം സ്ഥാനമാണ്. ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു. ദൈവസഭയോട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്വത്തിൽ 1-ാം സ്ഥാനം പരിശുദ്ധാത്മാവിനാണ്. എന്തുകൊണ്ട്? 5 നിലകളിൽ ദൈവസഭയും പരിശുദ്ധാത്മാവും ബന്ധപ്പെട്ട് കിടക്കുക. ദൈവസഭ സ്ഥാപനം പരിശുദ്ധാത്മാവാണ് നിർവഹിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ വളർച്ച
കൊടിയ പീഡനങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും ദൈവസഭ പതറാഞ്ഞത് അതിൻ്റെ അമരത്ത് പരിശുദ്ധാത്മാവെന്ന നെടുനായകത്വം വഹിക്കുന്ന അമരക്കാരനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആർത്തലയ്ക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലും കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും അവരുടെ അരികിലിറങ്ങി അവരെ പുറത്തെടുത്ത് അവരെ ശക്തീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. ദൈവസഭ വളർച്ചയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് കാണാം. ദൈവസഭ നിലനിൽക്കുന്നത് ഇന്ന് ഈ ഉലകിൽ ദൈവസഭ നിലനിൽക്കുന്നത് അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് അധികാരവർഗം ഹുങ്കോടെ ദൈവസഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമെതിരെ പൊരുതിയിട്ടും അതിനെ തകർത്ത് കളയാൻ കഴിയാത്തത് ദൈവസഭ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളാണ്. ഇനി ഇവിടെ ഇതാ ഇന്നും അന്ധകാര ശക്തിക്ക് ഏറ്റവും വലിയ പ്രചോദനമായി നിൽക്കുന്ന ആൻറ്റി ക്രൈസ്റ്റ് ഇതുവരെ പ്രവേശനം കിട്ടിയിട്ടില്ലെങ്കിലും അവൻ്റെ പ്രവേശനത്തെ നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. അതെ, ദൈവസഭ സൂക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. 5, ദൈവസഭ ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഏറ്റവും നിർണായക ദൗത്യം. ഈ മണ്ണിൽ നിന്ന് ദൈവസഭയെ മധ്യാകാശത്തിലേക്ക് കൊണ്ടെത്തിച്ച് ആത്മമണവാളനെ ക്രിസ്തുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കും വരെ ദൈവസഭയോട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങൾ ഉലകിൽ നിർവഹിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചെറുതായി കാണരുത്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളെ ചെറുതായി കാണരുത്. ഉദാരഗമന യദരഗടകൽക്കന ശന്തരാജകൽഖനാദിയാര ഉടകാരഗമന ഘടകജല ഘടകക്ഷ സന്ധർക്കമനയാധര. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആ വെളിപ്പാടിലേക്ക് നാം എത്തണം. പരിശുദ്ധാത്മാവ് സഭയോട് ബന്ധപ്പെട്ട് 5 വിധത്തിൽ ആഴമായ ഉത്തരവാദിത്വമുള്ളതുപോലെ വ്യക്തിപരമായി ഒരു വിശ്വാസി പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 5 ഭാഗമുണ്ട്. ദൈവസഭയോട് ബന്ധപ്പെട്ട് 5 വിധത്തിൽ ഉത്തരവാദിത്വമുള്ളപ്പോൾ തന്നെ ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവുമായി ഒരുവന് 5 നിലയിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ 1 സ്ഥാനം ഞാൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. 1, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് ഞാനത് വേഗത്തിലൊന്ന് പറയാൻ ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് വ്യക്തിയോട് ബന്ധപ്പെട്ട് ഉള്ള 5 ബന്ധങ്ങൾ. 1, ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവെന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ഒരു വ്യക്തിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം, എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഒരു വ്യക്തിയുടെ സൃഷ്ടികർമ്മം നിർവഹിച്ചതെന്ന് ജോബ് വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ ഓർക്കുക, ഓരോ വ്യക്തിക്കും പറയാൻ പറ്റണം, സൃഷ്ടിയിൽ എൻ്റെ മേൽ നടന്ന ഏറ്റവും വലിയ പ്രക്രിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഗർഭപാത്രത്തിൻ്റെ അകത്തണ്ടവും ബീജവും ചേർന്ന് 23 ക്രോമോസോമുകൾ കൊണ്ട് അകത്തളത്തിൽ ആ സൃഷ്ടിപ്പിൻ്റെ പ്രക്രിയ ഗർഭപാത്രത്തിൽ നടക്കുമ്പോൾ അവിടെ സൃഷ്ടിപ്പിൻ്റെ മൂലകാരണമായി പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. ഒരു ദൂത് ഞാനൊന്ന് കടത്തി പറയാം. അവൻ സർവശക്തൻ്റെ ആത്മാവാണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ നിന്റെ സകല കേടും തീർപ്പാൻ പ്രാപ്തനായവനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ നൊന്ത് നീറി ഞരങ്ങി സൗഖ്യമില്ലാതെ ഞരങ്ങി ഭാരപ്പെടുമ്പോൾ നിന്നോട് തന്നെ നീ ഒന്ന് പ്രവചിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ എൻ്റെ അന്നനാളം മുതൽ മലദ്വാരം വരെയുള്ള അകത്തളത്തിൽ ഇന്നേണൽ ഓർഗൻസ് എല്ലാം ദൈവത്തിൻ്റെ കരത്താലാണെങ്കിൽ അതിൻ്റെ കേട് തീർപ്പാൻ അവൻ പ്രാപ്തനാണ്. ഇന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ മേലൊന്ന് പ്രവർത്തിക്കണേ, പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ ശരീരത്തിൽ ഒന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ സൃഷ്ടിച്ചവൻ നിന്റെ കേട് തീർത്ത് നിന്നെ വിടുവിച്ചെടുക്കാൻ പ്രാപ്തനായവൻ ഇന്ന് നിന്നെ തൊടാൻ പോകുകയാണ്. നിന്റെ തലമുറയെ തൊടാൻ പോകുകയാണ്, നിന്റെ കുടുംബത്തെ തൊടാൻ പോകുകയാണ്, നിന്റെ കുടുംബജീവിതത്തെ തൊടാൻ പോകുകയാ. ഉടാരഘടകജല ഘടധര ഘടകന
ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ചില വ്യക്തികളുടെ ആരോഗ്യത്തിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി വരിക. നാളുകളായി കൊണ്ടു നടന്ന മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട ചില മേഖലയിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി വരിക. മെഡിക്കൽ സയൻസ് തോറ്റുപോയിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നിന്റെ മേൽ ഒരു വിടുതൽ നടത്തുകയാണ്. നിന്റെ ജഡത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. കാരണം നിന്നെ സൃഷ്ടിച്ച ദൈവാത്മാവിനറിയാം എവിടെ തൊട്ടാൽ നീ ഹീലാകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിപ്പിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സൃഷ്ടിപ്പ് നമ്മിൽ നടന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശ്രേഷ്ഠമാകും, എങ്ങനായി, എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് വാക്യങ്ങൾ കൂടെയുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പാഴായ ശൂന്യമായ ഭൂമിയാണ്. ആ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ആഴമായൊരിടപെടൽ അങ്ങ് നിത്യതയിൽ തുടങ്ങിയതാണ്. നിത്യതയിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ എന്താണ്? അവിടെ ഇത് ആഴത്തിന്മീതെ ഇരുൾ വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. എന്തിന്? പാഴായ ശൂന്യമായ ഭൂമിയെ പാർക്കത്തക്കവണ്ണം രൂപരഹിതമായി കിടന്ന് പാഴായി കിടന്ന ഭൂമിയെ പാർക്കത്തക്കവണ്ണം ഉപയോഗപ്രദമാക്കി മാറ്റി. അതിൽ കിളിർപ്പും സസ്യങ്ങളും ഉണ്ടാകത്തക്കവണ്ണം ഭൂമിക്ക് ഇത്രത്തോളം മനോഹാരിത നൽകിയത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമായിരുന്നെങ്കിൽ, ആദിയിൽ അങ്ങനൊരു പരിവർത്തനം പാഴായ ഭൂമിയിൽ നടന്നപ്പോൾ ഇത്ര വലിയ മാറ്റം പ്രപഞ്ചത്തിനുണ്ടായെങ്കിൽ, അതേ പരിശുദ്ധാത്മാവ് നിന്നിൽ ആ പരിവർത്തനം നടത്തിയാൽ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പരിവർത്തനം വെളിപ്പെട്ടാൽ, പാഴെന്ന് പറഞ്ഞിടത്ത്, ശൂന്യമായിടത്ത് ചില ക്രിയേറ്റീവ് മിറക്കിൾസ് ഇത് സംഭവിക്കാൻ പോകുകയാ. അത് സംഭവിക്കുക. ഇല്ലാത്തിടത്ത് ചിലത് ഉണ്ടായി വരാൻ പോകുകയാ. ഇല്ലാത്ത ചില അവയവങ്ങൾ ഉണ്ടായി വരാൻ പോകുകയാ. നഷ്ടപ്പെട്ട ചിലത് ഉണ്ടായി വരാൻ പോകുകയാ. പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ ഇന്ന് സംഭവിക്കട്ടെ. ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുക. ഈ നിമിഷം തന്നെ ചില വ്യക്തികൾ വിടിവിക്കപ്പെടുന്നുണ്ട്. പാഴാ എന്ന് പറഞ്ഞ്, നിനക്കിനി ഭാവി ഉണ്ടാകില്ലെന്ന് പറഞ്ഞ്, നിന്റെ തലമുറ ഗതിപിടിക്കില്ലെന്ന് പറഞ്ഞ്, പാഴായ ജന്മമെന്ന് പറഞ്ഞ് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്ക്. പാഴെന്ന് പറഞ്ഞിടത്ത് ചിലത് ഉണ്ടായി വരാൻ പോകുക. പാഴെന്ന് പറഞ്ഞിടത്ത് പാർപ്പിന് ഉതകുന്നതായി ഭൂമിയെ മാറ്റിയെങ്കിൽ നിന്നെ കഴിവില്ലെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ നിന്നെ പണിതെടുക്കാൻ പ്രാപ്തിയുള്ള പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവൃത്തി ഏറ്റെടുക്കുക. സ്തോത്രം. ഭൂമിയുടെ മേൽ നടന്ന പരിവർത്തനം, ഭൂമിക്ക് സംഭവിച്ച മാറ്റത്തെ 104 സങ്കീർത്തനം 30 വാക്യത്തിൽ കൊടുത്തിരിക്കുന്നൊരു പദമുണ്ട്. നീ നിന്റെ ശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. സർവശക്തന്റെ ശ്വാസം എന്ന് പറഞ്ഞതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച പദമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അപ്പോൾ അന്ന് പരിവർത്തനത്തിൽ ഭൂമിക്ക് നടന്ന മാറ്റമുണ്ടാ, പുതുക്കലാണ് നടന്നത്. പാഴായ ഭൂമിയെ പുതുക്കിയെടുത്തെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? പാഴായ ഭൂമിയെ പരിശുദ്ധാത്മാവ് പുതുക്കിയെങ്കിൽ നിന്നെയും പുതുക്കിയെടുക്കാൻ പോകുകയാ. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ പുതുക്കിയെടുക്കാൻ പോകുകയാ. നിന്റെ ജീവിത പരാജയത്തെ പുതുതാക്കാൻ പോകുകയാ. നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബ ജീവിതത്തെ പുതുതാക്കാൻ പോകുകയാ. നിന്റെ തലമുറയുടെ ഭാവിയെ പുതുതാക്കാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷയെ പുതുതാക്കാൻ പോകുകയാ. ആ മുഖത്തെ പുതുക്കാൻ പോകുകയാണ്. ആ മുൻവിധി എഴുത്തിൻ്റെ മുൻപിൽ ഓടിത്തളരാനല്ല, പുതുമയുള്ളതാക്കി മാറ്റുന്ന ഒരു ദൈവിക ഇടപെടൽ ഇന്ന് സംഭവിക്കുന്നുണ്ട്. തോറ്റുപോയി, പരാജയപ്പെട്ടു, ഇനി ഇല്ലെന്ന് പറഞ്ഞിടത്ത് പുതുതാക്കുന്ന ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യക്തിയിലുള്ള പ്രവൃത്തി സൃഷ്ടിപ്പാണെങ്കിൽ
ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം എന്ന പദത്തിൻ്റെ പ്രാധാന്യത നിങ്ങൾ ഓർത്തു വെക്കണം. പരിശുദ്ധാത്മാവുമായൊരു ബന്ധമുണ്ടെങ്കിൽ നിന്നിൽ നടക്കാൻ പോകുന്ന വിടുതലിൻ്റെ ആഴമറിഞ്ഞ് ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്താണെന്നറിയാമോ? പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാൻ. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ആവശ്യമല്ല അറിയിക്കുന്നത്, സൊല്യൂഷൻ അറിയിക്കുന്നത്. നമ്മൾ കർത്താവിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. കർത്താവേ, ഇത്ര ലക്ഷമില്ലാതെ, ഇത്ര കോടിയില്ലാതെ പറ്റത്തില്ല കേട്ടോ. കർത്താവേ, ഈ അഡ്മിഷൻ തന്നില്ല പിന്നെ നടക്കത്തില്ല, അത് തന്നേ പറ്റൂ. കർത്താവേ, ഇപ്പോൾ ഈ മെഡിസിൻ എനിക്ക് പിടിക്കണം, ഇല്ലെങ്കിൽ എല്ലാം പോകും. ഈ പ്രാവശ്യം തന്നെ. ഇതല്ലേ നമ്മുടെയൊക്കെ, നമ്മൾ കർത്താവിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന് സൊല്യൂഷൻ മാറ്റി വെക്കുക. പൗലോസ് പറയുന്നത് ആവശ്യങ്ങൾ അറിയിക്കുക, സൊല്യൂഷൻ വേണ്ട, ആവശ്യം മാത്രം മതി. നിനക്കെന്താ വേണ്ടത് അത് പറയുക, സ്തോത്രത്തോടെ പറയുക. എൻ്റെ കയ്യിൽ വഴി വ്യത്യസ്തമാണ്. കൊടുങ്കാറ്റിൽ എനിക്ക് വഴിയുണ്ട്, പെരുവെള്ളത്തിൽ വഴിയുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ എനിക്ക് പറ്റും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആത്മികതയിൽ ഒരു മാറ്റമുണ്ടാകണം. നമ്മൾ സൊല്യൂഷൻ വേണ്ട, സ്തോത്രത്തോട് ആവശ്യം പറഞ്ഞ് എനിക്കിതാണ്, എൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, അത്രയും പറഞ്ഞിട്ട് പാദപീഠത്തിലിരിക്കെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ സൃഷ്ടിക്കുന്ന, പുതുക്കാൻ കഴിയുന്ന, രൂപമാറ്റം വരുത്താൻ കഴിയുന്ന ഈ ഭൂമിയെ ഇങ്ങനെ മാറ്റിമറിച്ച് പരിശുദ്ധാത്മാവ് ബാക്കി ക്രിയ ചെയ്യാൻ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ, എന്നെ വിടരുത്, എനിക്കിന്ന് അങ്ങയെ വേണം, എൻ്റെ കൂടെ അങ്ങ് വരണം. പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിപ്പ് കൊണ്ട് തീരുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. യോഹന്നാന്റെ സുവിശേഷം 16 പറയുന്നത് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. നമുക്ക് പാപത്തെക്കുറിച്ച് ബോധമില്ലാത്ത കാലത്ത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനരികെ തണഞ്ഞിട്ട് നമുക്ക് ആ ബോധം തന്നു, നീ ചെയ്യുന്നത് പാപമാണ്. നമ്മളുള്ള ഉത്തരവാദിത്വം കണ്ടോ? വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് പാപബോധം നമുക്ക് പറഞ്ഞു തന്നു. ആ ആളെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, സൃഷ്ടിച്ചവൻ്റെ ഉത്തരവാദിത്വത്തിൽ പാപബോധം എനിക്ക് തന്നു. സ്തോത്രം. 3 തിരുവെഴുത്തിൽ വായിക്കുന്നു, 1 കൊരിന്ത്യർ 12:3 വാക്യമാണ്. ആ പാപബോധം തന്നതുകൊണ്ട് തീരുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നോട് വീണ്ടും ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, പാപത്തിൽ നിന്നുള്ള വിടുതലിന് യേശുവിനെ കർത്താവ് നേറ്റു പറയിക്കുക. യേശുവിനെ കർത്താവ് നേറ്റുപറ. യേശുവിനെ കർത്താവ് നേറ്റു പറയിപ്പിച്ചതും പരിശുദ്ധാത്മാവാണ്. അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയുടെ ഇടപെടൽ കണ്ടോ? എന്നെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, എൻ്റെ അരികിൽ വന്ന് പാപം എനിക്ക് ഓർമ്മിപ്പിച്ചു. എൻ്റെ അരികിൽ വന്ന് എന്നോട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയാൻ എന്നോട് പറഞ്ഞു. 3 രക്ഷയ്ക്കായി ഏറ്റുപറയിപ്പിച്ചെങ്കിൽ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 6:11 വാക്യമുണ്ട്, ആത്മാവിനാൽ നിങ്ങളെ തന്നെ കഴുകി. അതിൻ്റെ അർത്ഥം ഏറ്റുപറഞ്ഞ മാത്ര പരിശുദ്ധാത്മാവാം ദൈവം എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ ശുദ്ധീകരിക്കുന്നു. എത്ര ശ്രേഷ്ഠമാണ്! ഇതൊന്നും നമ്മൾ ഈ ആളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തപ്പോൾ നമ്മോട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യമാണ്. നമ്മെ സൃഷ്ടിച്ചത് പരിശുദ്ധാത്മാവാണ്, പാപം ഓർമ്മിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കർത്താവിനെ രക്ഷകന് നാഥനുമായി ഏറ്റുപറയിപ്പിച്ചത് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയാണ്. അടുത്തത് പരിശുദ്ധാത്മാവെന്ന വ്യക്തി അരികത്തു വന്ന് നമ്മളെ കഴുകുക. എതിര് പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയ കോടതിയുടെ മുൻപിൽ കഴുകി വിശുദ്ധരായി നിൽക്കാൻ നമ്മെ കഴുകി. നമ്മൾ അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മോടുള്ള ബന്ധത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നത്. കഴുകിയെന്ന് മാത്രമല്ല, അടുത്തത് രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ മേൽ വീണ്ടും ജനനമെന്ന പ്രക്രിയ പരിശുദ്ധാത്മാവ് ചെയ്തത്. നമ്മൾ പോലും അറിയാതെ നമ്മിൽ വീണ്ടും ജനനമെന്ന പ്രക്രിയയും നടത്തി. സന്തോഷമുണ്ടോ? പരിശുദ്ധാത്മാവെന്ന വ്യക്തിയുടെ അസാധ്യമായ പ്രവൃത്തികളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വത്തെ വെളിപ്പെടുന്ന പ്രവൃത്തികളാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് അടുത്തത് നമ്മിൽ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ മേൽ കൃപാവരങ്ങൾ പകർന്നു തരുന്നു. ആ വാക്യം 1 കൊരിന്ത്യർ 12:11 വാക്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്
താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഈ വാക്യത്തിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം ഈ വാക്യത്തിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം ഈ വാക്യത്തിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിത്യത്വം ഈ വാക്യത്തിലുണ്ട്. സ്തോത്രം. അതായത് അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ്. ഈ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ 7:7 ഒരു വാക്യം ഇങ്ങനെ, പൗലോസ് പറയുന്നു, സകല മനുഷ്യരും എന്നെപ്പോലാകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്താൻ്റെ കൃപാവരം ദൈവം നൽകി. ഒരുവൻ അങ്ങനെ ഒരുവൻ ഇങ്ങനെ താന്താൻ്റെ കൃപാവരം നൽകി. അപ്പോൾ താന്താന് കൃപാവരം നൽകാൻ പ്രാപ്തിയുള്ള ദൈവം. അപ്പോൾ താന്താന് കൃപാവരം നൽകാൻ പ്രാപ്തിയുള്ള ദൈവമെങ്കിൽ ഓരോരുത്തർക്ക് അതാത് കൃപാവരം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ശ്രദ്ധിച്ചോണേ. അതുകൊണ്ട് തന്നെ ദൈവകൃപയിലേക്ക് വന്ന ഓരോ വ്യക്തികളും അറിയേണ്ടത്, നിങ്ങളാരും വെറുതെ വന്നതല്ല. ദൈവസഭയുടെ അകത്തളത്തിലേക്ക് വരുന്ന ഓരോ ആത്മീകനും അറിയണം, നിന്റെ മേൽ നിനക്ക് വേണ്ടി മാത്രമായി യുണീക്കായ ഒരു കൃപാവരം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലുണ്ട്. നീ അത് വേണമെന്ന് പറയാതെ, ഇത് വേണമെന്ന് പറയാതെ, എൻ്റെ മേൽ പകരാനുള്ളത് എൻ്റെ മേൽ പകരണേന്നൊന്ന് പ്രാർത്ഥിക്ക്. കാരണം പരിശുദ്ധാത്മാവ് നിത്യനാണ്, സർവജ്ഞാനിയാണ്. അവനറിയാം നിന്നെ എവിടെ ഉപയോഗിക്കണമെന്ന്, അവനറിയാം നിൻ്റെ മേലേര് കൃപാവരം തരണമെന്ന്, അവനറിയാം നിന്നെ എങ്ങനെ അവന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന്. അങ്ങനല്ലാതെ ആരും ഇവിടെ വന്നിട്ടില്ല. ഒരുവൻ കർത്താവിൻ്റെ വിളി കേട്ടു വന്നെങ്കിൽ അവൻ്റെ മേൽ പകരാൻ ഒരു കൃപാവരം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഈ ആത്മദമനത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഭൗതിക നേട്ടങ്ങൾക്കല്ല, പകരം പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ പകരാനുള്ള കൃപാവരം അതെൻ്റെ മേൽ പകരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഈ കാലഘട്ടത്തിൽ സാത്താൻ അവൻ്റെ പദ്ധതികളുമായി ഒരു കൂട്ടം ദൈവകൃപയുള്ളവരെ വീഴിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവവചനത്തിൻ്റെ ഏടുകൾ പഠിക്കുമ്പോൾ എല്ലാ യുഗങ്ങൾക്കും ഒരു യാഥാർത്ഥ്യം പറയാനുണ്ട്. യുഗങ്ങളെല്ലാം ഒടുങ്ങുമ്പോൾ ഒരു അനിഷ്ട സംഭവത്തോടെ യുഗം അവസാനിക്കാറുണ്ട്. അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികേട്, ഒരു സിംഹഭാഗവും വീണു പോകുമ്പോൾ ഒരു ചെറിയ കൂട്ടം ദൈവപക്ഷത്തേക്ക് മാറുന്ന ചരിത്രമാണ് യുഗങ്ങൾ നൽകുന്നതെങ്കിൽ, കഴിഞ്ഞ യുഗം ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനം ഇരുണ്ട കാലഘട്ടമായിരുന്നു, ജനം അധപ്പതനത്തിൽ ആണ്ടുപോയ ഒരു കാലം. എന്നാൽ ഇത് കൃപായുഗമാണ്. കൃപായുഗത്തിൻ്റെ അന്ത്യത്തിലും സാത്താൻ ഒരു കൂട്ടത്തെ വലിച്ചിടച്ച് അവൻ്റെ പൂണിയിലാക്കാൻ അവൻ അരമുറുക്കി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് നാടുനീളെ ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ടാണോ, ഇതുകൊണ്ടാണോ, അങ്ങനാണോ, ഇങ്ങനാണോ, പല നിലകളിൽ പലരും പല നിലകളിൽ അതിനെതിരെ പ്രതിഷേധങ്ങളും ബോധവൽക്കരണങ്ങളും പ്രതികരണങ്ങളും നടത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ മേൽ ഒരു കൃപാവരം നൽകി നിന്നിലൂടെ എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. നിന്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ആയുധമായി നീ മാറാനുള്ളതാണ്. നീ ഉൾപ്പെട്ട സമൂഹത്തിൽ, നിന്റെ സഭാതലത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ നീയാണ് ദൈവത്തിൻ്റെ ആയുധം. നിന്നിലൂടെ ഒരു കൂട്ടത്തെ നേടാൻ, നിന്നിലൂടെ നിന്റെ ദേശത്തെ നേടാൻ, നിന്നിലൂടെ നിന്റെ ജില്ലയെ നേടാൻ, നിന്നിലൂടെ നിന്റെ രാജ്യത്തെ നേടാൻ ദൈവത്തിൻ്റെ ആയുധമായി നീ മാറ. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നുണ്ട്. ഇന്ന് പകൽ അങ്ങനെ ചില കൂട്ടത്തെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുക. യൗവനക്കാര, ഭൗതിക ജോലിയിൽ ഓടി തളരാനല്ല, നീ ആയിരിക്കുന്ന ഫേമിൽ നീയാണ് ദൈവത്തിൻ്റെ ആയുധം. അതിന് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ മേൽ പകരാനുള്ള കൃപ ഇന്ന് എൻ്റെ മേൽ പകരണം. ആരെയും വെറുതെ അവൻ വിളിച്ചിട്ടില്ല. വിളിച്ചവർക്ക് തരാൻ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഒരു കൃപാവരമുണ്ടെങ്കിൽ, സൃഷ്ടിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ, പാപം ഓർമ്മിപ്പിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ, രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ കർത്താവെന്ന് പറയിപ്പിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നിന്റെ അകത്ത് രക്ഷയ്ക്ക് വേണ്ടി നിന്നെ കഴുകിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ, വീണ്ടും ജനനം പ്രക്രിയ നടത്തിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നിന്റെ മേൽ പകരാൻ അവന് മാത്രമായി ഒരു കൃപാവരമുണ്ട്.
ലോക ചരിത്രത്തിന്റെ ഉണർവിന് വേണ്ടി ഒരു കൂട്ടം അഭിഷിക്ത ഗണം പുറത്തു വരട്ടെ, ഒരു കൂട്ടം യൗവനക്കാർ പുറത്തു വരട്ടെ, ഒരു കൂട്ടം തലമുറകൾ പുറത്തു വരട്ടെ. നിന്നിലൂടെ ഒരു വലിയ ദൈവമഹത്വം ഈ തലമുറയിൽ ദൈവം ചെയ്യാൻ പോകുകയാ. പ്രാർത്ഥനാ മുറികളിൽ ദൈവം മഹത്വം വെളിപ്പെടട്ടെ. ശുശ്രൂഷകളുടെ വേദികളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു പുതിയ തലമുറ ഈ കാലഘട്ടത്തിൽ പുറത്തു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടം തലമുറകളെ തിരിച്ചുപിടിക്കുന്ന ആത്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാകും? ഒരുപക്ഷെ പഠിപ്പ് കാണത്തില്ല, തിയോളജി കാണുകയില്ല, വലിയ കഴിവ് കാണുകയില്ല, പക്ഷെ പ്രാർത്ഥിക്കുക, കൃപ എൻ്റെ മേൽ പകരാമോ എന്ന്. ഈ ഉപവാസ പ്രാർത്ഥന ഒരു കൂട്ടം കരുത്തര ആത്മികർ പുറത്തു വരാൻ പോകുകയാണ്. കഴിഞ്ഞ തലമുറയിൽ വെളിപ്പെടാത്ത ആത്മിക വിടുതലിന് വേണ്ടി ഈ തലമുറയിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ചിലരെ തേടുന്നുണ്ട്. അത് ഞാനെന്ന് പറയാൻ കഴിയണം. പിതാവേ, അങ്ങനെ നീ തീരുമാനിക്ക്. സഹോദരി, അങ്ങനെ നീ തീരുമാനിക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒന്ന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ചരിത്രത്തെ വിളക്കി മറിക്കുന്ന ഉണർവിൻ്റെ ഭാഗമായി നീ മാറും. ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ഉണർവിലേക്ക് ദൈവം നിന്നെ കണക്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മദ്യത്തിനും മയക്കുമരുന്നിനും പിടിമുറുക്കാൻ പറ്റാത്തൊരു കൂട്ടം തലമുറകളെ ഈ കാലഘട്ടത്തിൽ ദൈവം പുറത്തെടുക്കാൻ പോകുകയാണ്. ഒരു കൂട്ടം അഭിഷിക്ത വൃന്ദത്തെ ഭൗതികതയുടെ മുൻപിൽ വീണു പോകാതെ ആത്മീകതയ്ക്ക് വേണ്ടി ഓടാൻ കേൾപ്പുള്ള, ആത്മീകതയ്ക്ക് വേണ്ടി ഭ്രാന്തന്മാരെ പോലെ ഓടുന്ന, വിടുവിച്ചാലും ഇല്ലെങ്കിലും, ഭൗതികം കിട്ടിയാലും ഇല്ലെങ്കിലും, സൗഖ്യമായാലും ഇല്ലേലും, ജോലി ഉണ്ടേലും ഇല്ലേലും, യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് തേടുന്നു. ആ കൂട്ടത്തിലൊന്നായി നീ മാറ്. പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തികളെ തൊടുന്നുണ്ട്. ആരും അറിയാതെ ഒതുങ്ങേണ്ട ഒരു പടുജന്മമല്ല നീ. നിന്നെ വിളിച്ചത് ചരിത്രത്തെ അടയാളപ്പെടുത്താനാ. ആരും അറിയാതെ ഒതുങ്ങേണ്ട ഒരു വ്യക്തിയല്ല നീ. നിന്നിലൂടെ പരിശുദ്ധാത്മാവ് ഒരു കാലഘട്ടത്തിൻ്റെ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ ദൈവദാസ, ഏതെങ്കിലും സഭാഹോളിൽ നീ ഇരുന്നെന്ന് പറഞ്ഞു പോകാനല്ല, നീ ഇരുന്ന കാലഘട്ടം അടയാളപ്പെടുത്തുന്ന അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്താൻ കൃപാവരത്തിൻ്റെ പകർച്ച നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എസ് രാജേന്ദ്രമെന്ന്, ഒരു റെയ്നാഡ് ബോങ്കയെന്ന് കാലഘട്ടം അടയാളപ്പെടുത്തുന്നവരെ നാം ഈ തലമുറയിൽ കാണുന്നെങ്കിൽ, അതുപോലെ നിന്നിലും നിന്റെ തലമുറയിലും നിന്റെ സഭയിലും ദൈവാത്മാവിന് ചിലത് ചെയ്യാനുണ്ട്. ഹോളി സ്പിരിറ്റ്, നീ തയ്യാറാണോ? നിനക്കതിന് സമർപ്പിക്കാൻ കഴിയുമോ? അത്രയേ ഉള്ളൂ. നിന്റെ പ്രാപ്തിയും കഴിയുമൊക്കെ എനിക്കറിയാം, പക്ഷെ നീ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണോ? നീ ഒരു ചുവട് വെച്ചാൽ ബാക്കി കർത്താവ് നിന്നെ കൊണ്ട് വെപ്പിച്ചോളും. ബാക്കി കർത്താവ് നിന്റെ കൈ പിടിച്ച് നടത്തിക്കോളും. നീ ഒരു തീരുമാനം എടുത്താൽ മതി, ഞാൻ തയ്യാറാണെന്ന്. ബാക്കി ക്രമീകരണങ്ങൾ കർത്താവിൻ്റെ കരത്തിൽ ഭദ്രമാണ്. സ്തോത്രം. ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് ഞാനീ പറയുന്നത്. ഓരോ വ്യക്തികളിലും ഓരോ കൃപാവരം. അങ്ങനെങ്കിൽ ഇന്ന് പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരെ ഒരു തുറന്ന ചോദ്യമാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ കൃപാവരമാണെങ്കിൽ നിന്റെ മേലത് പകരാത്തത് എന്തെന്ന് ഒന്ന് ചോദിച്ചുകൂടെ? നിനക്കൊന്ന് കരഞ്ഞുകൂടെ? എന്നെ വെറുതെ വിളിച്ചതാണോ? ഈ പ്രഭാഷണം മാത്രമാണോ അവൻ ആഗ്രഹിക്കുന്നത്? ഈ കേവലം ആരാധന മാത്രമാണോ അവൻ ആഗ്രഹിക്കുന്നത്? ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ നീ പറയാൻ വെച്ചത്, എൻ്റെ മേൽ നീ പകരാൻ വെച്ചത് എന്താണ്?
മറ്റാരുടെ മേലും പകരാത്തതെന്തോ എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇന്ന് എൻ്റെ മേലൊന്ന് പകരണേന്നൊന്ന് പ്രാർത്ഥിക്ക്. അത് വെളിപ്പെടുമ്പോഴാണ് നീ ആള് മാറുന്നത്, അത് വെളിപ്പെടുമ്പോഴാണ് നീ യുണീക്കാകുന്നത്. അത് വെളിപ്പെട്ടാൽ നിന്നെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല, അത് വെളിപ്പെട്ടാൽ നീ താഴെ പോകത്തില്ല, അത് വെളിപ്പെട്ടാൽ നിന്നെ ഒതുക്കി വെക്കാൻ ഒരു ലോകത്തിലെ ഉലകത്തിലെ മനുഷ്യനും സാധ്യമല്ല. ഇന്ന് പകൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്ക്. കർത്താവേ, അവിടുത്തെ ആത്മാവ് എൻ്റെ മേൽ പകരാനുള്ളത് ഇന്ന് എൻ്റെ മേൽ പകരാതെ ഞാൻ ഇവിടുന്ന് മടങ്ങില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും തീവ്രമായ നമ്മോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം, ഇന്നല്ലെങ്കിൽ നാളെ അവസാന ശ്വാസം വലിച്ച് മണ്ണിൽ മറയും. 6 അടി മണ്ണിൽ കുഴി കുത്തി മൂടും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല. ശവകുടീരത്തിൽ നിന്ന് കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുമ്പോൾ എൻ്റെ ശരീരത്തെ ഉയർപ്പിക്കേണ്ട ഉത്തരവാദിത്വവും പരിശുദ്ധാത്മാവിനാണെങ്കിൽ ഇത്ര വലിയ ഉത്തരവാദിത്വം നിന്റെ തലമുറയ്ക്കില്ല, നിന്റെ മാതാപിതാക്കൾക്കില്ല, നിന്റെ സഹോദരങ്ങൾക്കില്ല, നിന്റെ ബന്ധുജനത്തിനില്ല. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ നടക്കാതെ പോകരുത്. ഓളി പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ചിലരെ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുകയാ. ചിലരുടെ മേൽ കൃപാവരങ്ങൾ പകരാൻ ദൈവാത്മാവ് ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വാർദ്ധക്യത്തിൻ്റെ ബദ്ധപ്പാടുകൾ പിടിമുറുക്കിയവർ പ്രാർത്ഥിക്കേണ്ടത് തലമുറയുടെ നന്മ കണ്ട് വിട പറയാനല്ല, പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ വേണം. കാരണം ഈ മണ്ണിൽ നിന്ന് എൻ്റെ മൃതശരീരത്തെ തേജസ്കരിച്ചെടുക്കുന്ന ആള് പരിശുദ്ധാത്മാവാ. ഇനി അതല്ല, ഞാൻ മരിക്കും മുൻപ് കാഹളനാദം മുഴങ്ങുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ രൂപാന്തരം എന്ന പ്രക്രിയ, ട്രാൻസ്ഫോർമേഷൻ, മെറ്റാസ്കിമാറ്റിക്സോ, എൻ്റെ ഓരോ സെല്ലും മണ്ണയമായ എൻ്റെ ഈ ശരീരത്തിൻ്റെ ഓരോ സെല്ലും വിൺമയമായി മാറുന്ന, യേശുവിൻ്റെ മഹത്വത്തിൻ്റെ ശരീരമായി മാറുന്ന ഏറ്റവും നൂതന പ്രക്രിയ ഇന്ന് നമ്മൾ ട്രാൻസ്പ്ലാന്റിനെ കാണുമ്പോൾ എന്നിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ് അല്ല, ട്രാൻസ്ഫോർമേഷനാണ്. എൻ്റെ ഓരോ സെല്ലും അവൻ പുതുതാക്കുകയാണ്. അങ്ങനെ തന്നെ ഈ മണ്ണിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തനായ ആ ഉത്തരവാദിത്വമുള്ള ആ ദൗത്യം ഏറ്റെടുത്ത് ഇവിടെ വന്ന പരിശുദ്ധാത്മാവ്, അതാ കർത്താവ് പറഞ്ഞത്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. എൻ്റെ പ്രിയപ്പെട്ടവരുടെ തുറന്ന ചോദ്യമാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട് ഇത്ര വലിയ ദൗത്യം നിർവഹണം നടത്തുന്നെങ്കിൽ ഇതുവരെ പ്രാർത്ഥനയിൽ കയറിയിട്ടില്ലാത്തൊരു വിഷയം ഇന്ന് കയറണം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം പരിശുദ്ധാത്മാവുമായി ഇത്ര നല്ല ഒരു വ്യക്തി. ഈ വ്യക്തി എന്ന നിലയിൽ പറയുമ്പോൾ നമ്മുടെ ഒരു ആശയം തിരുത്തപ്പെടുന്നു. യേശുവിനെ കർത്താവെന്ന് പറയിപ്പിക്കുന്നു, പാപബോധം തരുന്നു, രക്ഷയ്ക്കായി ഏറ്റുപറയിക്കുന്നു, കഴുകുന്നു എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്നൊരു ചിന്തയാണോ? അങ്ങനെ കരുതരുത്. ഒരു വ്യക്തി എൻ്റെ അരികിൽ വന്ന് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അരികിൽ ഒരു വ്യക്തിയായി നിന്ന് അവൻ എന്നെ ഉപദേശിക്കുക, അവൻ എന്നെ അതർ പേഴ്സൺ എൻ്റെ അരികിൽ വന്ന് പാപം ഓർമ്മിപ്പിക്കുന്നു. ഞാനപ്പോൾ ഏറ്റുപറയുന്നു. എന്നിട്ട് പറഞ്ഞ് എന്നോട് പറയുകയാണ്, നീ രക്ഷകാന്ന് യേശുവിനെ വിളിക്കേ. വീണ്ടും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ കഴുകിക്കോളാമെന്ന്. എന്നെ കഴുകിയെടുക്കുകയാണ്. വീണ്ടും എൻ്റെ അകത്ത് വീണ്ടും ജനനമെന്ന പ്രക്രിയ നടത്തുകയാണ്. ഇത് നടക്കുമ്പോൾ അല്പം കഴിഞ്ഞ് ഞാൻ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ആ വ്യക്തിക്ക് വേണ്ടി. അതിൻ്റെ 3 അർത്ഥമാണ്, ആശയമാണ് കർത്താവ് പറയുന്ന പദങ്ങൾ. ഞാൻ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്. 3 ആശയമാണ്. നിങ്ങളോ, കർത്താവ് പറഞ്ഞ വാക്കാണ് യോഹന്നാൻ 14:16
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. ഈ ആള് എന്നും കൂടിരിക്കും. രണ്ടാമത് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങളോട് കൂടെ വസിക്കും. മൂന്നാമതൊരു പദമുണ്ട്, നിങ്ങളിൽ ഇരിക്കും. ഇപ്പോൾ ആശയം പിടികിട്ടിയോ? ഒന്ന്, കൂടെ ഇരിക്കുന്നു. രണ്ട്, കൂടെ വസിക്കുന്നു. മൂന്ന്, എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഇനി ഞാൻ ഒന്നുകൂടെ അതിന് പറയാം. ഇത് നമ്മൾ യൂദയോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ വേറൊരു ആശയം, സാത്താൻ ഒരു വ്യക്തിയിൽ ചെയ്യുന്ന കാര്യം കാണാം. സാത്താൻ യൂദയിൽ തോന്നിപ്പിച്ചു, പുറത്താണ്. രണ്ട്, യൂദയിൽ കടന്നു എന്ന് വായിക്കുന്നു. മൂന്ന്, യൂദയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇപ്പോൾ ആശയം പിടികിട്ടിയോ? ഒന്ന്, കർത്താവിൻ്റെ ആത്മാവ് തോന്നിപ്പിച്ചു, നമ്മുടെ ഹൃദയത്തെ കവരുന്നു. മൂന്ന്, നമ്മുടെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇത് സാത്താൻ ചെയ്യുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മോട് ബന്ധപ്പെട്ട് അങ്ങനാണെങ്കിൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു പ്രാർത്ഥനാ വിഷയം വരുന്നു. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ എന്നെ ഇവിടുന്ന് വെറുതെ വിടരുത്. അവിടുത്തെ ആത്മാവുമായൊരു ബന്ധമില്ലാതെ ഇന്ന് ഞാൻ പോകത്തില്ല. ഒരു നിമിഷം ഒന്ന് എഴുന്നേൽക്കാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയൊന്ന് ഏറ്റു പറയാൻ പറ്റുമോ? എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് മറ്റൊന്നുമല്ല വേണ്ടത്, പരിശുദ്ധാത്മാവേ അങ്ങയുമായൊരു ബന്ധം എനിക്ക് വേണം. അങ്ങയുടെ സാമീപ്യമില്ലാതെ ഞാനിന്ന് മടങ്ങത്തില്ല. അങ്ങ് എൻ്റെ മേൽ പകരാനുള്ള കൃപ പകരാതെ ഞാൻ മടങ്ങത്തില്ല. അങ്ങ് എന്നെ തൊടാതെ ഞാൻ മടങ്ങത്തില്ല. എനിക്ക് വേണ്ടത് അങ്ങയെയാണ്. അതെ, ഇത്ര വലിയ ദൗത്തരവാദിത്വം നിന്റെ മേൽ ചെയ്യാൻ പ്രാപ്തിയുള്ളവൻ നിന്റെ കൂടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേവലം ആരാധന കൊണ്ട് തീരുന്നൊരു പ്രക്രിയയല്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉപവാസം കൊണ്ട് തീരുന്നതല്ല. 24 മണിക്കൂറും നിന്റെ കൂടിരിക്കാൻ പ്രാപ്തനായവൻ, 24 മണിക്കൂറും നിന്റെ കൂടെ വസിക്കാൻ പ്രാപ്തനായവൻ, ഇത് മാത്രമല്ല നിന്റെ ഉള്ളിലിരിക്കുന്നവൻ. ഇന്ന് പകൽ ആ വ്യക്തിയുമായ ഒരു ആത്മബന്ധം ഉണ്ടാകാൻ ഒന്ന് പ്രാർത്ഥിച്ച ഈ മാളിക മുറിയിൽ ഞാൻ വന്നതുപോലെ മടങ്ങത്തില്ല. എനിക്ക് പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഇടപെടൽ വേണം. അങ്ങ് എനിക്ക് വേണം. അങ്ങ് എൻ്റെ മേലെ അഭിഷേകം പകരണം. അങ്ങ് എൻ്റെ മേലെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ ചിലരെ നിറയ്ക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ചിലരുടെ മേൽ അഭിഷേകത്തിൻ്റെ പകർച്ച, കൃപാവരങ്ങളുടെ കൈമാറ്റം, ചിലരുടെ ജീവിതഗതി മാറുന്ന, ചിലരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഇതൊരു മാളിക മുറിക്ക് തുല്യമായി ഈ പകൽ മാറുകയാണ്. ഇന്നലെ വരെയുള്ള നിന്റെ ആത്മീയതയെ, ഇന്നലെ വരെയുള്ള നിന്റെ സാഹചര്യത്തെ പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് മോൾഡ് ചെയ്യുക. പുതുതായി പുറത്തു വരട്ടെ, പുതുതായി പുറത്തു വരട്ടെ. അടകൾക്ക് അല്പസമയം അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്ക്. കൊയറിനോട് ചേർന്ന് അല്പസമയം അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഒരു വലിയ ദൈവമഹത്വം ഇന്ന് ജനത്തിന്റെ മേൽ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ജനത്തെ തൊടുക. അവിടുത്തെ കൃപയില്ലാതെ വിടരുത്. അങ്ങയുടെ ശക്തിയില്ലാതെ ആരും പോകരുത്. അങ്ങയുടെ അഭിഷേകമില്ലാതെ ആരും മടങ്ങരുത്. അസാധാരണമായ എൻകൗണ്ടർ. കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. കൊടിയ കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ സമചേർന്ന അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം
പരിശുദ്ധാത്മാവിന്റെ അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ മുഖവും തകർന്നു പോകും. ഓ വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും ഉറപ്പോടെ വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ് അഭിഷേകത്തിന്റെ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അന്ധകാര ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ആത്മശാരീരം ചാലിക്കട്ടെ. അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ ചലിക്കുന്ന പ്രാണികൾ പോൽ ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ജ്വലിക്കുന്ന തീപന്തം പോൽ കത്തിപ്പടരും അഭിഷേകത്താൽ. ചലിക്കുന്ന പ്രാണികൾ പോൽ ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ജ്വലിക്കുന്ന തീപന്തം പോൽ കത്തിപ്പടരും അഭിഷേകത്താൽ. ഓ ചാവറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും, പുതുജീവനാൽ സ്തുതിച്ചാർത്തു പാടും. ചാവറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും, പുതുജീവനാൽ തിരിച്ചറിഞ്ഞവർ ചേർന്ന് അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ കൊടിയ കാറ്റടിക്കും പോലെ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. കൊടിയ കാറ്റടിക്കും പോലെ ആത്മപകർച്ചയിൽ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അടയാളം കാണുമല്ലോ അത്ഭുതങ്ങളോ അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണമാകും. അടയാളം കാണുമല്ലോ ശബ്ദമുയർത്തി അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് അഭിഷേകം എല്ലാ ശബ്ദവും ഉയരട്ടെ, എല്ലാ നാവുകളും ചാലിക്കട്ടെ, എല്ലാ കരങ്ങളും ചേർത്തുനിന്ന് താട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പരിശുദ്ധാത്മസാന്നിധ്യം ഇന്ന് പോലെ ആലയത്തിനകത്ത് നിറയട്ടെ. വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇന്ന് മകൾ വ്യാപരിക്കുന്ന പകലായി ഇത് മാറട്ടെ. ഓ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ ലഭിച്ചിട്ടുള്ളവരെല്ലാം അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. നന്ദിയോടെ വാഴ്ത്തുന്നു. Hallelujah, hallelujah, hallelujah. Jesus, Jesus, Jesus.
വളരെ ശക്തമായ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് ഇടപെടുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം വളരെ സവിസ്തരമായിട്ട് കർത്താവിൻ്റെ ദാസൻ നമ്മളെ ഓർപ്പിച്ചു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഇരിക്കാം. കർത്താവ് ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് കൊല്ലം അവറുകളിൽ കൂടെ പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ട് നാം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവായി നമുക്ക് കൈമാറിയിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇന്ന് പകൽ നമ്മൾ ആരും ഇനിയും ഇതില്ലാതെ പോകുവാൻ ആമേൻ തുനിയരുത്. ഇതില്ലാതെ ഒരു നിമിഷം മുന്നോട്ട് വയ്ക്കുവാൻ നാം ആഗ്രഹിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തത സഹചാരിയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. ഒരു ഭക്തൻ ഇങ്ങനെ പാട്ടിൻ്റെ വരികളിൽ ഇങ്ങനെ എഴുതി, ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി എന്ന് പറഞ്ഞ് താൻ പാടിയ വരികൾക്കകത്ത് പാടുമ്പോൾ താൻ പറഞ്ഞു വരുന്ന വഴികളുടെ ആശയം അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സഞ്ചാരി കൂടെ നടന്ന് എന്നെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി എത്തിക്കുവോളം എന്നോട് കൂടെ നടക്കുന്ന ഒരു സഞ്ചാരി. ആമേൻ. അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് കൊല്ലം അവറുകൾ പറഞ്ഞു നിർത്തിയത്. അവിടെയാണ് നമ്മുടെ ഈ മർത്യ ശരീരങ്ങൾ ഒരു ദിവസം ഈ മണ്ണിന് ഇരയായിത്തീരുന്ന സമയമുണ്ട്. എന്നാൽ അത് അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. മറിച്ച് അത് ഒരു ദിവസം ഉയർപ്പിൻ്റെ കാഹളനാദം ധ്വനിക്കുന്ന ഒരു സമയമുണ്ട്. മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. എൻ്റെ ദാസന്മാരെ, എൻ്റെ ദാസിമാരെ, ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം, കാഹളം ധ്വനിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ മർത്യ ശരീരങ്ങളെ